ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കുറേ നാളുകൾക്ക് ശേഷം എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് മൊൺറോവിയയിലാണ്. മൊൺറോവിയയിൽ നിന്ന് ഇപ്പം നമ്മൾ റോബർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്രയുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ കെനിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോവാണ്. ഒരാഴ്ചത്തെ വിസിറ്റിങ്ങിന് വേണ്ടി നമ്മളവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് വൈകിട്ട് 6 മണിക്കാണ്. നമ്മൾ ഉച്ചകഴിഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി. വേറെ 2-3 ആവശ്യങ്ങളൊക്കെ ആയിട്ട് എയർപോർട്ടിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂർ മുമ്പ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പം ധൃതി വെച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ പോകേണ്ട ഫ്ലൈറ്റ് താണ്ടത്തെ കിടക്കുന്നത് കേട്ടോ. നമ്മളതിനാണ് ഇപ്പോൾ പോകുന്നത്. നല്ല മഴയും കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ. വൈകുന്നേരം സമയമായി നമ്മളിങ്ങനെ പോകാം കേട്ടോ. ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. 2-3 ടെർമിനൽസ് മാത്രമുള്ള ചെറിയൊരു എയർപോർട്ടാണ് ലൈബീരിയ എയർപോർട്ട്. നമ്മളപ്പം ഫ്ലൈറ്റിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് 21 ആണ് കേട്ടോ. 21 നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഏറ്റവും പുറകിലാണ്. നമുക്കെപ്പോഴും യൂഷ്വലി നമുക്ക് കിട്ടുന്നത് ഏറ്റവും പുറകിലായിരുന്നു. അപ്പോൾ അതെന്നാന്ന് അറിയത്തില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എപ്പോഴും നമുക്ക് പുറകിലായിരുന്നു. നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സാണ്. സ്കൂളിലും ബാക്ക് ബെഞ്ചേഴ്സാണ്, ഇവിടെയും ബാക്ക് ബെഞ്ചേഴ്സാണ്. സോ ഗൈസ്, നമ്മൾ നമ്മുടെ സീറ്റ് ഇരിക്കുക കേട്ടോ. നമ്മുടെ സീറ്റ് 21H ആയിരുന്നു. ഞാൻ നടക്കുന്ന സീറ്റാണ്. തൊട്ടപ്പുറത്താണ് ഇരിക്കുക കേട്ടോ. അപ്പം കാലാവസ്ഥ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണെന്നാണ് തോന്നുന്നത്. മഴയൊക്കെയാണ് കേട്ടോ. നമ്മളിനി അവിടെ ചെന്നിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. എന്തായാലും നമുക്കിവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കാം. കെനിയ, നമുക്ക് കെനിയയിൽ കാണാൻ കഴിയും. Motoka International Airport, city of Accra. We are happy you're here. As an airline, we really appreciate your continued support for our national carrier, which is Kenya Airways, the pride of Africa. As you've settled and we are pushing back now, we do request you to fasten your seatbelts, store your tables, put the back of your seat in the upright position in preparation for departure. Safety regulation require us. We highlight to you the safety features of this aircraft, Boeing 737-800 series. In a moment, we shall show you a brief safety film highlighting these features. We do request for your undivided attention, even if you are a regular traveler. Thank you. So may we please have your attention. If you haven't already placed your bags in the overhead locker, you should place them under the seat in front of you. Bags must not be placed in the aisles or next to an exit. Please be careful if you open an overhead locker, as a bag may fall out and hurt someone. You'll need to fasten your seatbelt for takeoff. To fasten it, push the metal tab into the buckle like this and adjust to fit. To open, lift the buckle like this. If you're traveling with an infant on your lap, we have special seat belts and your crew will help you to fit them. Seat belts must be fastened at all times when the seat belt signs are switched on. We do, however, recommend that you keep your seat belt fastened at all times when you are seated. Should you be sleeping, we kindly request that you keep it fastened on top of your blanket to avoid being woken by crew performing their safety checks. In the unlikely event that the cabin air supply fails, I kindly request you to check that your table is folded away with your seat back in the upright position and the armrest lowered. Please fasten your seatbelt tightly, ready for takeoff. You are അങ്ങനെ കെനിയയെ ലക്ഷ്യമാക്കി മൊറോവിയോട് വിട പറഞ്ഞ് നമ്മൾ പറന്നു കയറുവാണ്. അങ്ങനെ ആദ്യത്തെ ലഘുഭക്ഷണമായിട്ടുള്ള ജിപ്സി എത്തി കേട്ടോ. ഈ കാണുന്നത് ചിക്കൻ്റെ ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ചെറിയൊരു കേക്കും, പിന്നെ പതിവ് പോലെ തന്നെ ഒരിച്ചിരി വെള്ളവും വാങ്ങിച്ച്, പിന്നെ ആപ്പിൾ ജ്യൂസും വാങ്ങിച്ചു കേട്ടോ.
ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഗാനയുടെ ആകാശ ദൃശ്യങ്ങളാട്ടോ. രാത്രിയിൽ എത്ര സൗന്ദര്യമല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടി. എത്ര മനോഹരമായുള്ള കാഴ്ച അല്ലേ. നോക്ക്, കൂരാക്കൂരിട്ടിലും കെനിയ എയർവേസ് തിളങ്ങുന്നത്. Ladies and gentlemen, welcome to Kotoka International Airport. For your own safety and comfort, you're reminded to remain seated with the seatbelts fastened until this aircraft has come to a complete stop and the fasten seatbelt signs are switched off. നമ്മളിപ്പം ഗാനയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കുകയാണ്. ഗാനയിൽ ഇറങ്ങാനുള്ളവർ ഗാനയിൽ ഇറങ്ങി, ബാക്കിയുള്ളവർ ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നപ്പം ഗ്രൗണ്ട് സ്റ്റാഫ് വന്ന് നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാം കറക്റ്റാണോ നോക്കും. അതിനുശേഷം ഇനിയിപ്പോൾ കയറാനുള്ളവർ ഗാനയിൽ നിന്നും കെനിയയിലേക്ക് പോകാനുള്ളവർ നമ്മുടെ കൂടെ ഇപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ് കേട്ടോ. ചോറ്, വെജിറ്റബിൾ കറി, ഒരു കേക്ക്, ഒരു ബണ്ണുണ്ടായിരുന്നു, ഞാൻ കഴിച്ചു. ആപ്പിൾ ജ്യൂസ്, വെള്ളം, ചായ, കോഫി വരുന്നുണ്ട്. കെനിയയുടെ ആകാശക്കാഴ്ചകൾ കണ്ട് നമ്മളിതാ നമ്മുടെ ലക്ഷ്യമായ കെനിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. എത്ര മനോഹരമായ കാഴ്ചയല്ലേ. A warm welcome to Jomo Kenyatta International Airport. Ladies and gentlemen, for your own safety and comfort, please remain seated until the aircraft comes to a complete stop and the seatbelt signs are switched off. സോ നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ കണ്ട് കെനിയയിലേക്ക് ഇറങ്ങുകയാണ്. സോ ഇതാണ് കേട്ടോ കെനിയ എയർപോർട്ട്. ശ്യാം, യെസ്. സോ നമ്മളിത്രയും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് എയർപോർട്ട് അതോറിറ്റിയും കാര്യങ്ങളൊക്കെ. നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഹോട്ടലിലോട്ടല്ല, കോൺഫറൻസ് നടക്കുന്നിടത്തോട്ട് നമ്മൾ പോകാം കേട്ടോ. കെനിയ. നമ്മളിങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. മറ്റ് എയർപോർട്ടുകൾ നമ്മളെ ആഫ്രിക്കൻ കൺട്രികളിൽ വിസിറ്റ് ചെയ്തതിൽ കെനിയയിലെ എയർപോർട്ട് അത്യാവശ്യം ഭയങ്കര വലിയ എയർപോർട്ടാണ് കേട്ടോ. നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാർക്കിംഗ് സൗകര്യം എക്സ്ട്രാ. അതുപോലെ തന്നെ എയർപോർട്ട് നല്ല രസമുണ്ട്, നല്ല അടിപൊളി എയർപോർട്ടാണ് കേട്ടോ. ഒരു പ്രത്യേക റൗണ്ട് ഷേപ്പിലുള്ള എയർപോർട്ടാണ്. ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ഇതാണ് ജസ്റ്റ് എയർപോർട്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള എയർപോർട്ടാണ് കേട്ടോ കെനിയ എയർപോർട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആഫ്രിക്കൻ കൺട്രീസിലെ എല്ലാ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് കേട്ടോ. റൈറ്റ് ഹാൻഡ്, നമ്മുടെ ഇന്ത്യയിലെ പോലുള്ള വാഹനങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും റൈറ്റ് ഹാൻഡ് ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നല്ല വെൽ സെറ്റിൽഡായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു എയർപോർട്ടാണ് കേട്ടോ. ഓക്കെ, റൗണ്ട് ഷേപ്പ് പോലെ ഉണ്ട്, സെമി സർക്കിൾ. എനിക്കൊന്ന് ഒരു സെമി സർക്കിൾ പോലത്തെ ഒരു ഷേപ്പാണ് കേട്ടോ. നമുക്ക് അടിപൊളിയല്ലേ. നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് നമ്മളങ്ങനെ പോവാണ്. സോ ഇതാണ് കെനിയയിലെ റോഡുകൾ. ഗാർഡനൊക്കെ നല്ല സെറ്റപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ ഉണ്ടോ. ഫ്ലൈറ്റുകൾ, നമ്മൾ വന്ന ഫ്ലൈറ്റുകളും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ലൈബീരിയയിൽ നിന്ന് കെനിയ വരെയുള്ള യാത്രയിലെ വിശേഷങ്ങൾ. പിന്നെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണിക്കാം. അപ്പം മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പുറത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ല പച്ചപ്പും ഹരിതാഭംഗിയൊക്കെ നിറഞ്ഞ അടിപൊളിയായിട്ടുള്ള ഏരിയയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. റോഡുകളൊക്കെ ആണെങ്കിലും വെൽ സെറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന റോഡുകളാണ് കേട്ടോ. വളരെ 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 മികച്ച രീതിയിലുള്ള റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ട് ഉള്ളേരിയയിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇച്ചിരി മോശമായിട്ടുള്ളതായിരിക്കും. പക്ഷേ അത് മെയിൻ റോഡൊക്കെ
നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ വനം കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ മൃഗങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയൊക്കെയാണെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞത്. വെൽക്കം ടു നൈറോബി സിറ്റി ആൻഡ് ദ സൺ മൊംബാസ റോഡ്. മൊംബാസ റോഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഇന്ന് റോഡൊക്കെ അധികം തിരക്കില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അധികം തിരക്കില്ല. സോ നൈറോബിയിൽ നിന്ന് നമ്മൾ റുയിറു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ചെറിയ ചെറിയ കടകളൊക്കെയാണ് കേട്ടോ. എല്ലാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അടവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇതുപോലത്തെ ബസ്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മറ്റുള്ള നമ്മൾ ലൈബീരിയനെ അപേക്ഷിച്ച് ഇവിടെ ഇച്ചിരിയുടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വെൽ സെറ്റിൽഡാണ് ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ബിൽഡിങ്ങുകളുണ്ടോ. ഇത് കെനിയയുടെ തലസ്ഥാനമാണ്. അതുകൊണ്ട് അതിൻ്റെതായ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സിറ്റിയാണ് കേട്ടോ. ഇത് നൈറോബിയുടെ ഭാഗമായിട്ട് വരും കേട്ടോ. നൈറോബിയാണ് ഇപ്പം. നൈറോബിയിൽ നിന്ന് റുയിറു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ബസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇവിടുത്തെ ബസ്സുകളൊക്കെ ഉണ്ടോ. These buses are the public transportation buses, right? Probably. Okay. So ചെറിയ ചെറിയ വാഹനങ്ങൾ പോലത്തെ വണ്ടികളുണ്ട് കേട്ടോ. ധാരാളം ഓവർ ബ്രിഡ്ജുകൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ആൾക്കാർക്ക് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്ന കൂട്ട് ധാരാളം. ഇതൊരു വീടുകളൊക്കെ ഉള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു. ഓക്കെ, റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഏരിയ. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അതിൻ്റെയാണ് കേട്ടോ. ഈ കടകളൊക്കെ കുറേ അടവാണ്. പിന്നെ ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ധാരാളം കടകളൊന്നും തുറക്കത്തില്ലെന്ന് തോന്നുന്നു. വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡും പരിസരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കേട്ടോ. കെനിയയുടെ നിരത്തുകളിൽ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത് ഗുണനിലവാരമുള്ള മികച്ച വാഹനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ പൊതുഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്നത് മിനി ബസ്സുകൾ, അതുപോലെ തന്നെ വലിയ ബസ്സുകൾ, പിന്നെ കാർ ടാക്സി, അതുപോലെ തന്നെ ബൈക്ക് ടാക്സി ഇവയൊക്കെയാണ് കേട്ടോ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള മഴയുണ്ട് കേട്ടോ. ഇതൊരു ഞായറാഴ്ച രാവിലെയാണ്. അതും മാത്രമല്ല ഒരു വെളുപ്പിന് സമയമായതുകൊണ്ട് റോഡിലധികം തിരക്കില്ല കേട്ടോ. പൊതുവെ പറയുന്നത് ഇവിടെ നല്ല ട്രാഫിക്കിൻ്റെ സാധ്യതകളുള്ളതുകൊണ്ട് മറ്റ് സമയങ്ങളിൽ ഇതിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ട്രാഫിക്കായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കടകളൊക്കെ ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് കടകൾ തുറക്കത്തില്ലെന്നാണ് വിശ്വസിക്കുന്നത്. അതോ ചിലപ്പം ഒരു പരിധി വരെ 10 മണി സമയം കഴിഞ്ഞിട്ടായിരിക്കും ഒരു പരിധി വരെ തുറക്കാനുള്ള സാധ്യതകൾ കേട്ടോ. ഡ്രൈവിങ്ങിൽ നല്ലൊരു കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമുണ്ട്. പെട്ടെന്ന് ഡീവിയേഷൻസ് എടുക്കത്തില്ല. എല്ലാത്തിനും ലൈനൊക്കെ സെറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട്. ഇന്ന ലൈൻ 1, 2, 3, 4 അങ്ങനെ ഇന്ന സ്ഥലത്തോട്ട് പോകാനുള്ള എല്ലാ റോഡുകളും കറക്റ്റായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അത് യാത്രനെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് കൾച്ചർ പിന്നെ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനായിട്ട് ഓവർ ബ്രിഡ്ജുകളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഓട്ടോ റിക്ഷകളുണ്ട് കേട്ടോ. നോക്കാം, ഇപ്പം ഓട്ടോറിക്ഷയാണ് ഇവിടെ ഈ രാജ്യത്ത് ഇവിടെ പറയുന്നത് ടുക് ടുക് എന്നാണ് പറയുന്നത്. കണ്ടോ, ടുക് 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 ടുക്. പക്ഷെ നമ്മുടെ ലൈബ്രറിയിൽ ഇതിനെ കെ എന്ന് പറയും. ഇഷ്ടംപോലെ ടുക് ടുക് ഉണ്ട് കേട്ടോ. ചില മണിക്കൂറുകളുടെ യാത്രയ്ക്കൊടുവിൽ നമ്മളിത് ഏകദേശം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ ഇത്. ഇതിനുമുമ്പ് നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകുന്നതായിരിക്കും. എന്തായാലും ക്ഷേമത്തോടു കൂടിയുള്ള യാത്രയായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറുവാണ്. കുറേ നൊസ്റ്റാൾജിയൊക്കെ ഉള്ള പ്ലേസാണ് കേട്ടോ. അങ്ങനെ അടുത്ത ഒരാഴ്ച നമ്മുടെ താമസം ഇവിടെ ആയിരിക്കും കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ്. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ലക്ഷ്മി വളരെ മനോഹരമായിട്ടുള്ള റൂമാണ് കേട്ടോ. നല്ല വെൽ സെറ്റിൽഡായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. സോ അങ്ങനെ നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്, സേഫായിട്ട്. സോ ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. ഇത് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, പിന്നെ ഇത് ബാത്തിങ് ഫെസിലിറ്റീസ്.